നമസ്കാരം. ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ഷംനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടിയിട്ടാണ്. ഹാളിലെത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷംന ശരിക്കും നമ്മുടെ മൊത്തം നിരാശയായിരുന്നു. പിന്നെ ദിനേശ് വന്നപ്പോൾ ഷംനക്ക് മനസ്സിലായി എന്താ ഇത് നടക്കുന്നുണ്ടെന്ന്. അസ്ല വന്നു, പിന്നെ നിസാർ വന്നു, ഷനിൽ വന്നു, ഷബ്ന വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഷംനക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ശ്രീജില വന്നു, ബൈജു വന്നു, പിന്നെ നമ്മൾ ദീപമാശം അയ്യത്ത് മാശം വന്നു, സാമ്യ ടീച്ചർ വന്നു, ഷീ ടീച്ചർ വന്നു. അങ്ങനെ മൊത്തം ഒരു കളർഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷംനയുടെ കിളി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനീഷ വന്നു, രേഷ്മ വന്നു, രേഖ വന്നു. അങ്ങനെ മൊത്തം അടിപൊളി. പിന്നെ നമ്മൾ ഷാജി പാപ്പൻ വന്നു, ലതേച്ച് വന്നു, പ്രിയ വന്നു, സാറക്കുട്ടി വന്നു. ലിജോട്ടൻ സൗദിയിലാണ്, അതുകൊണ്ട് ലിജോട്ടൻ വന്നില്ല. അങ്ങനെ ഓരോരുത്തരായി വന്ന് ഹാളങ്ങ് ഫുള്ളായി. എല്ലാവരും എൻജോയ്. ഷംന ശരിക്കും കിളി പോയി. ആദ്യം ആരും ഉണ്ടാവില്ല എന്ന് കരുതി ഷംന ശരിക്കും ഞെട്ടിയെന്നോണം പറയാം. മുന്നേ കൊടുത്തിരുന്നത് വെറൈറ്റി സർപ്രൈസ് ആയിരുന്നു. ഇത്തവണ ഒന്ന് ചേഞ്ച് ആക്കുമെന്ന് കരുതിയാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തത്. പിന്നെ ദീപമാഷയുടെ സോങ്, സാമ ടീച്ചറുടെ സോങ്, ദിനേശിൻ്റെ സോങ്, അങ്ങനെ മൊത്തം പരിപാടി കളർഫുള്ളായി പോണ്ട്. പിന്നെ അനീഷേട്ടൻ വന്നു, അമ്പിളി ചേച്ചി വന്നു, വിനീഷ് വന്നു, അനു വന്നു, അങ്ങനെ രാധി ചേച്ചി വന്നു, മനവേട്ടൻ വന്നു. മൊത്തം അടിപൊളി കളർഫുൾ. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമാണ്. ഒരുപാട് അടിപൊളി കളറായി. പിന്നെ നമ്മുടെ സർപ്രൈസായി നമ്മുടെ ഋഷിക മോളുടെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തു. അങ്ങനെ ഋഷിക കുട്ടിയും ഹാപ്പിയായി, സിനീഷ് ഹാപ്പിയായി, രേഷ്മ ഹാപ്പിയായി, മൊത്തം എല്ലാവരും ഹാപ്പിയായി. പിന്നെ സർപ്രൈസായി വാങ്ങിയ റിങ് ഷംനയ്ക്ക് ഞാൻ അണിയിച്ചപ്പോൾ ഷംന ശരിക്കും കിളി പോയി. മൊത്തത്തിലെല്ലാം കൊണ്ടും പാർട്ടി അടിപൊളി. എൻ്റെ 3 മക്കളാണ്. എന്തായാലും അടിപൊളി സെറ്റായി. എല്ലാം കൊണ്ടും ഈശ്വരൻ അനുഗ്രഹിച്ചു എന്നാണ് പറയാൻ. നല്ല രീതിയിൽ തന്നെ ഷംനയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു, തകർത്തു. പ്രാണാസ് ടീമും നന്മിയും എല്ലാം ഒത്തുകൂടിയപ്പോൾ സംഭവം കളർഫുള്ളായി, വേറെ ലെവലിലേക്ക് പോയി. ഫുഡ് ഒരുക്കി തന്ന ചായക്കട റെസ്റ്റോറൻറ്റിനും എല്ലാവർക്കും താങ്ക് യു.